കടിഞ്ഞാൺ മുറിഞ്ഞ കുതിരയെപ്പോലെയാണ് മനസ്സെന്ന് ജ്ഞാനികൾ പറയാറുണ്ട്. എന്നാൽ നിയന്ത്രണമില്ലാത്ത ആ സ്ഥിതിയിലും അത് അങ്ങിങ്ങ് ഉടക്കി നിൽക്കുന്നത് കാണാം. ചഞ്ചലപ്രകൃതിയായ മനസ്സിന് അനിവാര്യമായ ചില ജാഗ്രതകളിലോ നിരൂപങ്ങളിലോ ആലോചനകളിലോ അചഞ്ചലമായി ഉറയ്ക്കുന്നതിനാവും ആ നിൽപ്പെന്ന് പരിഗണിക്കുന്നത് കൗതുകകരമാണ്. ആ ഉറപ്പാണ് വിചാരസാക്ഷാത്കാരത്തിൻ്റെ സന്നാഹ സംയോഗം. അത് ക്ഷയിച്ചു പോയാൽ വീഴ്ച ഉറപ്പ്. അകമുലഞ്ഞാൽ അടിപണിയുമെന്ന് സാരം. പ്രകൃത്യാ തന്നെ എത്രയോ ചേതോഹരമാണ് നമ്മുടെ ഭൂമി. ആനന്ദപ്രദമായ കാഴ്ചകളുടെയും വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും ഭാവഭംഗികൾ അനുഗ്രഹിച്ച അനന്യസുന്ദര കാവ്യം. എന്നിരുന്നാലും അതിൻ്റെ പല പ്രകൃതവിശേഷങ്ങളും വ്യാഖ്യാനോദ്യമങ്ങൾക്ക് വഴങ്ങാത്ത വിധം സങ്കീർണവും ഉദ്വേഗാത്മകവും സംഭ്രമജനകവുമൊക്കെയാണ്. അതിനും പുറമേയാണ് നല്ലതും അല്ലാത്തതുമായ നിരവധി മനുഷ്യ ആവിഷ്കാരങ്ങൾ അതിനെ പിന്നെയും ഒരു വിഭിന്ന വിസ്മയസ്വരൂപമാക്കുന്നത്. ഉദ്യാനങ്ങൾ, നിർമ്മിതികൾ, കലാവിഷ്കാരങ്ങൾ, ആഘോഷങ്ങൾ, യുദ്ധങ്ങൾ, സന്ധികൾ, അധിനിവേശങ്ങൾ, നിഷ്ക്രമണങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ തുടങ്ങി എന്തെല്ലാം. മനുഷ്യൻ ഭൗമചാരുതകളിൽ കൂട്ടിച്ചേർക്കുകയോ സന്നിവേശിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെയും അവയെ സശ്രദ്ധം നിരീക്ഷിക്കുന്നവരുടെ കർമ്മകൽപ്പനാ തൃഷ്ണകളെ കൂടുതൽ ജാഗ്രതാക്കുമെന്നതിന് രണ്ടു പക്ഷമുണ്ടാകില്ല. അവ ഓരോന്നിൻ്റെയും ബീജാവിർഭാവം എവിടെയാണെന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നത് രസകരമാണ്. അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ഏതൊരാളും ഒരു ദീർഘാന്വേഷണത്തിനൊടുവിൽ എത്തിച്ചേരുക അയാളെപ്പോലെ തന്നെയുള്ള മറ്റൊരാളിലാവും. ഇക്കണ്ട ഓരോ മാറ്റത്തിനും ഹേതുവായത് ഏതെങ്കിലും ഒരൊറ്റ മനുഷ്യൻ്റെ മനസ്സിലെ ഭാവനയുടെയോ ഭ്രാന്തിൻ്റെയോ ഒരു തരിയായിരിക്കും. അതിന്മേലുള്ള തുടർച്ചയായ വിചാരങ്ങളും പരീക്ഷണങ്ങളും പരിശ്രമങ്ങളുമാണ് അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നത്. ഈ പ്രക്രിയകളിൽ ഒട്ടേറെ വ്യക്തികളുടെ നിഗമനങ്ങളും അധ്വാനവും നിരവധി സന്നാഹങ്ങളുടെ പ്രയോഗങ്ങളും തീർച്ചയായും സമ്മിളിതമാകുന്നുണ്ട്. എന്നാൽ തുടക്കം ഒറ്റ വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കും. മനസ്സിൻ്റെ മഹിമകൾ അപ്രതിപാദ്യമാം വിധം ഗഹനവും ഗംഭീരവുമത്രേ. അതിൻ്റെ ശക്തി അപാരവും അളക്കാനാവാത്തതുമാണ്. ആശയം ഗ്രഹിക്കുക, അതിനെ സ്ഫുടം ചെയ്യുക, അതിൻ്റെ ആവിഷ്കാര സാധ്യതകളെ അന്വേഷിച്ച് കണ്ടെത്തുക, ആവിഷ്കാരം സാധ്യമാകും വരെ അതിനുള്ള ശ്രമങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക എന്നീ പ്രക്രിയകളുടെ ഘട്ടങ്ങളിലൊക്കെ മനസ്സിൻ്റെ പങ്കാളിത്തവും സ്വാധീനവും അനിഷേധ്യമാണ്. ഓരോ ഘട്ടത്തെയും ഉത്സാഹഭരിതവും വിജയപ്രദവുമാക്കുന്നത് മനസ്സിൻ്റെ നിശ്ചയസ്ഥൈര്യം തന്നെയാണ് എന്നത് തീർച്ചയാണ്. കുട്ടികൾക്ക് പഠനത്തിലും കളികളിലുമെന്ന പോലെ മുതിർന്നവർക്ക് ജീവിതത്തിലും വിജയങ്ങൾ നേടുന്നതിന് ഈ നിശ്ചയദാർഢ്യം അനിവാര്യമാണ്. വിജയങ്ങളിലേക്ക് ഒരാളെ എത്തിക്കുന്നത് മനസ്സിൻ്റെ ഈ ദൃഢതാഗുണം തന്നെ. മനസ്സുറയ്ക്കാതെ ആർക്കും വിജയം സാധ്യമാകില്ല. ജീവിത വിജയം കാക്ഷിക്കുന്ന ഓരോ വ്യക്തിയും സ്വന്തം മനസ്സിനെ വിശ്വസിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും സൃഷ്ടിപരമായി സ്വതന്ത്രമാക്കുകയും വേണം. പതറിയ മനസ്സ് ആരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയില്ല. ഓരോ ആളും സ്വന്തം മനസ്സ് പതറാതെ സൂക്ഷിക്കണം. മനസ്സ് പതറിയാൽ തോറ്റത് തന്നെ നമുക്ക് മറക്കണ്ട.